നമ്മൾ ഇത്ര നേരം ഗ്രൂപ്പ് ഐറ്റംസ് അല്ലേ കണ്ടേ, ഇനി ഒരു സിംഗിൾ ഐറ്റത്തിലേക്ക് പെർഫോമൻസ്. ഹലോ ഹലോ, അവിടെ പേരെന്താ? ദേവനന്ദ കേസി. ദേവനന്ദ കേസി. എവിടെയാ വീട്? ഏത് സ്കൂളാണ്? കാസർഗോഡ് ചട്ടഞ്ചാൽ സ്കൂള്. അപ്പൊ ഇത് എന്തുവാ? ഇത് പാടകം. പാടകം അല്ലേ? ഉള്ള സത്യം പറയാമെങ്കിൽ കുഴപ്പമില്ലല്ലോ, പ്രേക്ഷകരോടല്ലേ. എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഓക്കെ മോളെ, ഇത് പാടകം അല്ലേ? എന്താ അതിന്റെ ഒരു സംഗതി എന്തുവാ? അതെന്ന് വെച്ചാല് പണ്ട് നടന്ന മഹാഭാരതം, രാമായണം പോലുള്ള കഥകളൊക്കെ ചെറുതാക്കി 15 മിനിറ്റിനുള്ളിൽ അവതരിപ്പിക്കുന്ന ഒരു രൂപമാണ്. ശരി, നമുക്ക് 15 മിനിറ്റ് ഇല്ല, നമ്മൾ അതിലും കുറച്ചെടുക്കും. അപ്പൊ 1-2 മിനിറ്റ് 3 മിനിറ്റിനകത്ത് നിർത്തി കുറച്ചുകൂടി അല്ലേ? അപ്പൊ ഏതാ ചെയ്യുന്നത് ആളുകൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി? ഞാൻ എന്റെ കഥയാണ് കഥ. അതായത് അർജുൻ തപസ് ചെയ്യുന്ന അർജുനനെ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അർജുന്റെ തപസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി, നോട്ട് ദ പോയിന്റ്. അപ്പൊ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി മൂകാസുരനെ അയക്കുന്ന കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ശരി, അപ്പൊ എന്നിട്ട് ഈ തപസ് ക്യാൻസൽ ആയോ? ക്യാൻസൽ ചെയ്യുന്ന പെർഫോമൻസ് കണ്ട് മനസ്സിലാക്കണം. ഓ, മനസ്സിലാവുമല്ലോ അല്ലേ? അന്നാ കേട്ടല്ലോ. ശരി. ഏതസ്മിന്നന്തരേ തർക്കിത സമുപഗത ചോദിതോധാർത്തരാഷ്ട്രീയ പാർത്ഥവ്യാപാദനായ പ്രകടിത കപട സ്തബ്ധരോമസ്വരൂപ ഭിന്ദൻ ഉഗ്രൈ ഖുരാഗ്രൈ അക്ഷിതിം അവസരലാഭോല്ലളൽ ഭൂരിഹർഷോ മൂകാഖ്യക്കോപി ദൈത്യ സപതിഗത ഭയ തൽപ്രദേശം പ്രപീദേ ഏതസ്മിന്നന്തരേ. യാതൊരു സമയത്തിങ്കലാണോ ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരൻ അർജുനനുമായുള്ള യുദ്ധകാരണത്തെ പ്രതീക്ഷിച്ച വനസീമാവെങ്കിൽ ആയതവിടെ സ്ഥിതി ചെയ്തത്. ആ സമയത്തിങ്കലാകട്ടെ. ഓക്കെ മോളെ, താങ്ക് യു സോ മച്ച്. എവിടെ ശരത്ത്? എവിടെ? കേൾക്കട്ടെ. അത് കേട്ടതേ, അതിനിടയ്ക്ക് പരിചയക്കാരുടെ ബഹളം. എന്നാ ചെയ്യാനാ, നമുക്കൊന്നും പരിചയക്കാരില്ലാത്ത പോലെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പരിചയക്കാരൻ എന്നെ കണ്ട എന്റെ അടുത്തൊന്ന് വർത്താനം പറയും. നിങ്ങളെ പോലെ പരിചയക്കാരെ വേറെ വഴിക്ക് പോവല്ല ചെയ്യാ. അയ്യോ എന്ന് പറഞ്ഞ് വേറെ വഴിക്ക് പോവല്ല അല്ലേ മോളെ? നമ്മളെയൊക്കെ കണ്ട പരിചയക്കാർ ഇങ്ങനെ വന്ന അടുത്തൊന്ന് വർത്താനമൊക്കെ പറയും കേട്ടോ. ഞങ്ങള് വളരെ ഹാപ്പിയാണ്. എന്താ വെച്ചാൽ എല്ലാ തരത്തിലുള്ള കലകളുടെ വൈവിധ്യങ്ങളെ ഇങ്ങനെ പ്രേക്ഷകർക്ക് മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. താങ്ക് യു. ഓക്കെ.